ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ ഗൈസ്, നമ്മൾ ഓഫ് ക്യാമറ ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്തു. കുറേ എന്ന് പറഞ്ഞാൽ കുറേ മൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ മൈൻഡ് ചെയ്ത് നമുക്ക് കിട്ടി, കുറേ അയൺ കിട്ടി. പിന്നെ കോപ്പിൾ സ്റ്റോൺസ് നമുക്ക് കിട്ടി. അയൺ മൈൻഡ് ചെയ്യാൻ പോയപ്പോൾ കുറേ കോപ്പിൾ സ്റ്റോൺസും കിട്ടി. ഞാൻ അയൺ കാണിച്ചു തരാം. നമുക്ക് 24 അയണാണ് കിട്ടിയത്. കുറേ പോയിട്ട് 24 കിട്ടിയുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഇതുകൊണ്ടൊരു പിക്കാക്സും പിന്നെ ബാക്കി പറ്റണത്ര മറ്റേ ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. മറ്റേ ആർമർ സെറ്റ് ആക്കാം. ഫസ്റ്റ് ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം, പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കി. ഇനി നമുക്കൊരു ലെഗിൻസ് ഉണ്ടാക്കാം. ഓക്കെ, ബൂട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം. പിന്നെ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ബൂട്ടൊക്കെ ഉണ്ടാക്കാം. നമുക്കിനി ആ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും കൂടി ഒന്ന് ഉണ്ടാക്കണം. അതിനുമുമ്പ് നമ്മളിതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ, നമ്മളപ്പോൾ കുറേ കിറ്റായിട്ടുണ്ട്. ഇനി ബൂട്ടും കൂടി കിട്ടിയാൽ മതി. ഇത് നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഈ പെട്ടിക്കകത്തോട്ട് ആദ്യം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയ ഇതൊക്കെ വെക്കാം. മറ്റേ കോപ്പിൾ സ്റ്റോൺസ് ഒക്കെ ആദ്യമേ വെക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. എന്നിട്ട് വേണം നമ്മൾ നെതർ പോർട്ടിലാണ് കേസ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്കിത് ആദ്യം വെക്കട്ടെ. ഓക്കെ, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മേലോട്ട് പോവാം. ഓ സോറി ഗൈസ്, ഇവിടെ ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച്. നമുക്ക് ആദ്യം നടക്കട്ടെ അല്ല. ഓക്കെ, നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ 2 കുഴി കുഴിക്കാം. നമ്മൾ 2 ബ്ലോക്ക് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്ലോക്ക് നമുക്ക് ഈ ഡെർട്ട് കുറേ വേണം കേട്ടോ ഗൈസ്. നമുക്ക് ഇത് ഞാൻ ഡയമണ്ട് പിക്കാക്സ് ഒന്നും ഇല്ലാതെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ലാവ എടുക്കാം. ഇത് അവിടെ കൊണ്ടുപോയി ഒഴിക്കാം. ഗൈസ്, പിന്നെ ഇല്ല, ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കുവേ അതിൻ്റെ ഇങ്ങനെ ചിലപ്പോൾ ഇത് ഒഴുകുമായിരിക്കും നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കേട്ടോ. എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ ഒഴിക്കണം. അല്ലെങ്കിൽ അത് മറ്റേ ആ ഒഴുകാത്ത സ്ഥലം കോപ്പിൾ സ്റ്റോണും ഒഴുകാത്ത സ്ഥലം നമ്മുടെ മറ്റേ ഒബ്സീഡിയനും ഒഴുകണ സ്ഥലം കോപ്പിൾ സ്റ്റോൺ ആയി പോകും. അതുകൊണ്ട് 2 സ്ഥലത്ത് നമ്മൾ വാട്ടർ സോഴ്സ് ആക്കി വെക്കണം. ഇതിപ്പോൾ ഫ്ലോട്ടിങ് മറ്റേ ലാവയാണ്. അപ്പോൾ നമ്മൾ ആ 2 സൈഡിൽ ഒഴിച്ചാൽ നമുക്ക് ലാവ സോഴ്സ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ ലാവേൻ്റെ മേത്തോട്ട് ഒഴിക്കും. ലാവേൻ്റെ തൊട്ട് മേലെ ഒഴിക്കില്ല, സൈഡിലായിട്ട് ആ സൈഡിലത്തെ ബ്ലോക്കിൽ ഒഴിക്കണം. അപ്പോൾ അത് ശരിയാകും. പിന്നെ നമുക്ക് ആ വെള്ളം വാട്ടറിങ് എടുക്കാം. ഓക്കെ, വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ബാക്കി ലാവ എടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഡെർട്ട് കൊണ്ട് നമുക്കൊരു ഒരു സംഭവം അതിൻ്റെ ചെയ്യാനുണ്ട്. ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ആ വാട്ടർ നമുക്ക് കളഞ്ഞേക്കാം. ഓക്കെ, കണ്ട 2 ഒബ്സീഡിയൻ നമ്മൾ മറ്റേ ഇങ്ങനെ 2 എണ്ണം നമ്മൾ മൂടണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഒരു പ്ലസ് പോലെ ആക്കണം. എന്നിട്ട് ആ 2 പ്ലസിൻ്റെ ഉള്ളിൽ ഒബ്സീഡിയൻ വെക്കണം. എന്നിട്ട് പിന്നെ ഒബ്സീഡിയൻ അല്ല സോറി ലാവ ഒഴിക്കണം, പിന്നെ വെള്ളം ഒഴിക്കണം. അതുപോലെ 3 എണ്ണം മേളിലോട്ടും ചെയ്യണം. ഇനി 2 എണ്ണം കൂടി മേളിലോട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് 2 എണ്ണം ഒരുമിച്ച് നമുക്ക് മറ്റേ പൊക്കി വെക്കാം. ഫസ്റ്റ് വാട്ടർ എടുക്കട്ടെ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് മേളിലോട്ടും ഇനി പൊക്കിയാൽ മതി. ഇനി 2 ബ്ലോക്കും കൂടി പൊക്കാനുണ്ട് കേട്ടോ. നമ്മൾ 2 ബ്ലോക്ക് പൊക്കി. ഇനി ആ 2 ബ്ലോക്ക് പൊക്കിയിലോട്ട് നമുക്ക് ലാവ ഒഴിച്ചു കൊടുക്കാം. അത് ആദ്യം ഒരു ബ്ലോക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബ്ലോക്ക് ഒഴിക്കാൻ. 2 എണ്ണം ഒരുമിച്ച് പൊക്കിയ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഒരുമിച്ച് പൊക്കിയതാണ്. പിന്നെ ഇവിടെ സ്റ്റെയർ ഉണ്ടാക്കിയേക്കാം. സോറി. ഓക്കെ, നമ്മുടെ ലാവ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വാട്ടർ ഒഴിക്കാം. കണ്ട, അതിൻ്റെ മേളിലോട്ട് ഞാൻ ഒഴിച്ചില്ല. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി നന്നായി. നമുക്ക് ഇവിടെ ഒരു കുളമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ കുളത്തിൽ ഒരു മീനെ ഇട്ടാലോ. നമുക്ക് അടുത്ത വീഡിയോ വേണ്ട, നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു മീനെ ഇടാം അതിൻ്റെ അകത്ത്. ഓക്കെ, അത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തും കൂടി ലാവ ഒഴിക്കണം, പക്ഷെ വാട്ടർ ഒഴിക്കണം കേട്ടോ. നമ്മളില്ലേ ഒരു അപ്പുറം സെക്കൻഡ് ലെയറും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ആദ്യം ചെയ്തത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ചെയ്ത പോലെ വേണ്ട. ആദ്യം ചെയ്തപോലെ നമ്മൾ ബ്ലോക്ക് പൊക്കി വെച്ച് എന്നിട്ട് ഇവിടെ നടുക്ക് ഇങ്ങനെ ആക്കി. ഓക്കെ, സെറ്റായി. ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് ഈ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് ലൈറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഡെർട്ടൊക്കെ എടുത്ത് കളയണം.
അത്രേ ഉള്ളൂ. അവിടെ നെതർ പോർട്ടൽ സെറ്റായി ഗൈസ്. ഇത്രേ ഉള്ളൂ നെതർ പോർട്ടൽ. അയാൾ ഡയമണ്ട് പിക്കാക്സ് ഇല്ലാതെ നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി. ഓക്കെ, ഇനി ഡെർട്ടൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയണം. ഈ സ്കോർണറിലെ ഡെർട്ട് പൊട്ടിച്ച് കളയണ്ട, അല്ലാതെ എക്സസ് ചെയ്യുന്ന ഡെൽറ്റൊക്കെ പൊട്ടിച്ച് കളയാൽ മതി. ഓക്കെ, നമ്മളിത് പൊട്ടിച്ചു. ഇത് നമുക്കിത് ലൈറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ്. ലൈറ്റ് ചെയ്തു. യെസ്, കറക്റ്റ്. കിടുക്കാച്ച് നെതർ പോർട്ടൽ റെഡി. അത് ഡയമണ്ട് പിക്കാക്സ് പോലും ഇല്ലാതെ. പക്ഷെ നമ്മുടെ മറ്റേ വാട്ടർ മെലൺ ഫാം ശരിയായി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറച്ചും കൂടി ആവാനുണ്ട്. അതിന് നമുക്ക് പിന്നെ നടാം. കണ്ടോ, ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് വെളിയിലോട്ടേ വളരത്തുള്ളൂ, അതിൻ്റെ ഉള്ളിൽ വളരത്തില്ല. അതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ വേഗം ബൈ.